എമി പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ശേഖരൻ അവളുടെ കൈകളിൽ പിടിച്ചു. മോൾ എവിടെ പോന്നു? ഇവിടെ നിൽക്ക്, അച്ഛൻ്റെ ഒപ്പം. അത് കേട്ടതും കാർത്തികയുടെ കണ്ണുകൾ വെളിയിലേക്ക് തള്ളി. ഇല്ല, എനിക്ക് തെറ്റി. അങ്ങേർക്ക് മുഴുവട്ട. അല്ലെങ്കിൽ അവളുടെ കൈ പിടിച്ച് മോളെ എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാ? ഇറങ്ങി ഓടിയാലോ? മുൻപ് ഇയാൾ പറഞ്ഞ പോലെ സ്റ്റാൻഡെങ്ങാനും ഊരി അടിച്ചാലോ? കാർത്തിക വിത്ത് ആത്മ. എമി, ഇല്ലച്ചാ, ഞാനിപ്പോൾ വരാം. അർജുൻ സർ, അല്ല, അജി പുറത്തേക്ക് പോയി, ഞാൻ നോക്കിയിട്ട് വരാം. എല്ലാം കൂടി കേട്ടിട്ട് കാർത്തികയുടെ കിളികൾ തലതല്ലി കരയാൻ തുടങ്ങി. എമിയുടെ പറച്ചിൽ കേട്ടതും അഞ്ജലിക്ക് വിറഞ്ഞു കയറി. ഡി, നീ ആരാണെന്നാ നിന്റെ ഭാവം? നീ എൻ്റെ മുന്നിൽ കിടന്ന് പ്രിയ ചമയല്ലും. അതും പറഞ്ഞ് എമിയെ തല്ലാൻ അഞ്ജലി കൈ ഓങ്ങിയതും അവളുടെ പിറകിൽ നിന്നും അർജുൻ അഞ്ജലി എന്ന് ഉറക്കെ വിളിച്ചു. അത് ഒരലർച്ചയായിരുന്നു. അവൻ്റെ ആ വിളിയിൽ അഞ്ജലിയുടെ കൈകൾ താഴ്ന്നു. എന്നാൽ അവൾ എമിയെ തറപ്പിച്ചു നോക്കി. പെട്ടെന്ന് എമിയുടെ മുന്നിലേക്ക് അർജുൻ കയറി നിന്നു. അവളെ പൊതിഞ്ഞു പിടിക്കും പോലെ. അർജുൻ പറഞ്ഞു, നിനക്ക് ഇവിടെ വരാം, ഡ്യൂട്ടി ചെയ്യാം, പോകാം. അല്ലാതെ ഇവിടെയുള്ള ഒരു കാര്യത്തിലും നീ ഇടപെടലും. ഒപ്പം ഒരു സ്റ്റാഫിൻ്റെ മുകളിൽ കുതിര കയറാൻ പോകലും. രണ്ടും ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. അർജുൻ തിരിഞ്ഞ് എമിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. നിന്നോട് എൻ്റെ കൂടെ വരാനല്ലേ പറഞ്ഞത്? പിന്നെ നീ ഇവിടെ എന്തെടുക്കുവാ? അത് കേട്ടതും അഞ്ജലിയും കാർത്തികയും എപ്പോ എന്ന പോലെ ഇരുവരെയും മാറി മാറി നോക്കി. എമി, ഞാൻ വരാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിലായി പിടിച്ചു. അച്ഛൻ്റെ അരികിലേക്ക് നിർത്തി. എമിയുടെ അച്ഛനെന്ന പ്രയോഗം അവൻ്റെ മനസ്സിൽ ഒരു കുളിർ കോരിയിട്ടു. അവൻ എമിയുടെ കൈയും പിടിച്ച് അവിടെ നിന്നും പോയി. ശേഖരൻ എല്ലാം കേട്ടും കണ്ടും വീണ്ടും മയക്കത്തിലേക്ക് കൂപ്പൂത്തി വീണു. അഞ്ജലി മനസ്സിലായി പറഞ്ഞു. ഒരുത്തി പോയപ്പോൾ അവളുടെ മുഖഛായയുമായി വേറൊരുത്തി. ഇല്ല, ഇനി ഒരാൾക്കും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. അവൻ എൻ്റെയാണ്. എനിക്ക് വേണം അവനെ. എമിയുടെ കൈയും പിടിച്ച് അർജുൻ ക്യാബിനിലേക്ക് കയറി. ഡോറ് ചേർത്തടച്ചു. എമിയോടായി തിരക്കി. നിന്നെ അവൾ വേറെ എന്തെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും അടിക്കാൻ വരുമ്പോൾ നിന്നു കൊടുക്കുകയാണോ വേണ്ടത്? ഞാനൊരു നിമിഷം വൈകിയിരുന്നെങ്കിൽ. അതും പറഞ്ഞ് അവൻ എമിയെ രൂക്ഷമായി നോക്കി. അവൻ്റെ നോട്ടത്തിൽ എമിക്ക് ചെറുതായി ഭയമുടലെടുത്തു. അവൾ പയ്യെ അവൻ്റെ അരികിൽ നിന്നും മുന്നിലേക്ക് ചലിച്ചതും അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ ദേഹത്തെ കടുപ്പിച്ചു. കണ്ണുകൾ അടച്ച് എമി എന്ന് വിളിച്ചു. അവൻ്റെ പിടുത്തത്തിൽ അവൾക്ക് അവളുടെ കൈ നന്നായി വേദനിച്ചു. എമിയിൽ നിന്നും എന്ന് കേട്ടതും അർജുൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു. എന്താടാ എമി, എന്താ, നിനക്ക് വേദനിച്ചോ? പറ. അതും പറഞ്ഞ് അർജുൻ അവൻ പിടിച്ച ഭാഗത്തേക്ക് തഴുകി. എമി കൈ പിന്നിലേക്ക് വലിച്ചു. ഈ ഉള്ളവൻ അറിയില്ലല്ലോ പെണ്ണിന് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് എന്ന്. അവളുടെ ഇച്ഛായന്മാർ കഴിഞ്ഞാൽ എമിയുടെ ലൈഫിൽ അവൾ അടുത്തിടപഴകുന്ന പുരുഷൻ താനാണെന്നും അർജുൻ എമിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളുടെ പിടപ്പും എവിടെയും ഉറച്ചു നിൽക്കാതെ പോലെ അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നതും അവൻ നല്ലപോലെ തന്നെ ആസ്വദിച്ചു. അപ്പോഴാണ് അർജുൻ മനസ്സിലാക്കുന്നത്, അവൻ ഒരു കൈയാൽ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരിക്കുകയാണ് എന്ന്. അർജുൻ്റെ ഒരു കൈ ഇപ്പോഴും അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചിരിക്കുകയുമാണ്. അവൻ എമിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇടുപ്പിലിരുന്ന കൈ ഒന്നുകൂടെ മുറുക്കി. അവൾ മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. അവൻ്റെ പിടുത്തത്തിൽ അവളുടെ രണ്ട് കൈയും അവൻ്റെ ഷട്ടിലായി മുറുകി. അർജുൻ എമിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ചെവിയിലായി ചോദിച്ചു, എന്താ കുറച്ചു മുമ്പേ നീ എൻ്റെ അച്ഛനെ വിളിച്ചത്? അത് കേട്ടതും എമി എന്തോ താൻ കള്ളത്തരം ചെയ്തത് പിടിക്കപ്പെട്ട പോലെ മുഖം കുനിച്ചങ്ങനെ നിന്നു. മുഖത്തേക്ക് നോക്കെമി. അവൻ്റെ പ്രണയം തുളുമ്പുന്ന സ്വരം ചെവിയിലേക്ക് അലയടിക്കും പോലെ അവൾക്ക് തോന്നി. അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു. അവൻ വീണ്ടും അവളിലേക്ക് ചേർന്നു. പറ, എന്താ വിളിച്ചത്? നീ വിളിക്കുന്നത് ഞാൻ വ്യക്തമായി തന്നെ കേട്ടതാ. പറ എമി, നിന്റെ വായിൽ നിന്നും വീണ്ടും കേൾക്കാൻ എനിക്കൊരു കൊതി. എമി മുഖം താഴ്ത്തി പതിയെ പറഞ്ഞു, അച്ഛനെന്നാ. എന്താ, ഞാനങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നോ? അവൾക്ക് അത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അർജുൻ അവളുടെ മുഖത്തിന് നേരെ മുഖമടുപ്പിച്ചു. അവളോടായി പറഞ്ഞു, ജീവിതകാലം മുഴുവൻ എൻ്റെ അച്ഛനെ അച്ഛാ എന്ന് വിളിക്കാൻ നിനക്ക് സമ്മതമാണോ? അത് കേട്ടതും എമിയിൽ നാണത്താൽ കുതിർന്ന ഒരു പുഞ്ചിരി മുട്ടിട്ടു.
അവൾ എന്തോ പറയാൻ തുടങ്ങിയതും ഡോറിൽ ആരോ മുട്ടാൻ തുടങ്ങി. അർജുൻ മനസ്സോടെ അവളുടെ പിടിവിട്ടു. എമി ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴും അർജുൻ അവിടെ തന്നെ അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഇതേ സമയം അഞ്ജലി പോയി നേഴ്സിംഗ് സൂപ്രണ്ടായ സാലിയെയും പൊക്കിക്കൊണ്ട് വന്നതായിരുന്നു ക്യാബിനിലേക്ക്. ക്യാബിനിൽ കയറിയതും അഞ്ജലിയുടെ കണ്ണുകൾ എമിയെ സ്കാനിങ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഒടുക്കത്തെ ഗ്ലാമറാണ് ഈ പിശാചിന്. ഒരു വേള പ്രിയ അവളെക്കാളും സുന്ദരിയാണ്. ഛേ, ഞാനെന്തിനാ ഇവളെ ഇങ്ങനെ നോക്കുന്നേ? എന്തായാലും ഇവളെൻ്റെ 7 എഴുത്ത് വരില്ല. അതും മനസ്സിലായി പറഞ്ഞ് അവൾ സ്വയം ആശ്വസിച്ചു. അർജുൻ രണ്ടാളെയും മാറി മാറി നോക്കി. എന്താ, എന്ത് വേണം? അത് സാലിയോടായിരുന്നു. അത് സാർ, എമിയെ വാർഡിലേക്ക് മാറ്റി. പകരം ഞാൻ ഇവിടെ വേറെ സ്റ്റാഫിനെ ഡ്യൂട്ടിക്കിടാം. അത് കേട്ടതും അർജുൻ ചോദ്യഭാവത്തിൽ സാലിയുടെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടിട്ടെന്നോണം സാലി വിശദീകരിച്ചു. സാർ, അത് പിന്നെ സാറിൻ്റെ അച്ഛനെ നോക്കാൻ വേണ്ടിയാ. അവിടെയാണ് എമിക്ക് ഡ്യൂട്ടി. അത് കേട്ടതും അർജുൻ ചോദിച്ചു, അവിടെ ഡ്യൂട്ടിക്കിപ്പോൾ കാർത്തിക ഉണ്ടല്ലോ? അർജുൻ്റെ പറച്ചിൽ കേട്ടതും സാലി കുഴങ്ങി. ലുക്ക് സാലി, ആര് പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അത് കേട്ടതും അഞ്ജലി ഇടയിൽ കയറി പറഞ്ഞു, ഏയ് അല്ല, ഞാനിവിടെ വന്നത് അർജുനെ കാണാൻ വേണ്ടിയാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട്. ഞാനിവിടെ വരുമ്പോഴാണ് സാലിയെ കാണുന്നത്. സാലിയെ നോക്കി അഞ്ജലി കെഞ്ചി. പ്ലീസ് ഒന്നും പറയല്ലേ, തന്നെ ഒറ്റിക്കൊടുക്കല്ലേ എന്ന പോലെ. എടി ഭയങ്കരി, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് എന്നെ ഓരോന്ന് പറഞ്ഞ് കയ്യിലെടുത്തു. ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവൾ പറയുന്നത് കണ്ടോ? സാലി, അർജുൻ കടുപ്പിച്ച് വിളിച്ചു. കാർത്തിക അവിടെ തന്നെ ഡ്യൂട്ടി ചെയ്യട്ടെ. അച്ഛന് അതാണ് ഇഷ്ടം. എമി, ഇവൾ ഇവിടെ തന്നെ കാണും എൻ്റെ ഒപ്പം. ഇനി എന്തെങ്കിലും അറിയണോ? അത് സാലിയോടാണ് പറഞ്ഞതെങ്കിലും അവൻ്റെ നോട്ടം അഞ്ജലിയിലായിരുന്നു. അഞ്ജലി എമിയെ തുറിച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നും ചാടിത്തുള്ളി പുറത്തേക്ക് പോയി. സാലി, എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക്. അതും പറഞ്ഞ് അവരും പുറത്തു പോയതും അർജുൻ എമിയെ കണ്ണുകൾ അടച്ച് കാണിച്ചു. ഇന്നേ ദിവസം OPDയിൽ അത്യാവശ്യം തന്നെ തിരക്കുണ്ടായിരുന്നു. OPD കഴിഞ്ഞതും അർജുൻ തല റിവോൾവിംഗ് ചെയറിലേക്ക് ചാരി അങ്ങനെ കിടന്നു. എമി പെൻഡിങ് ഫയലുകളും പേഷ്യൻ്റ് ഡീറ്റെയിൽസും എല്ലാം രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. വെറുതെ അർജുൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അവിടെ ചെയറിൽ ചാരി കിടക്കുന്ന അർജുനെ കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. സാർ എന്ന് വിളിച്ചതും അവൻ പയ്യെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. എന്താ സാർ, തലവേദനിക്കുന്നുണ്ടോ? കോഫി വല്ലതും വേണോ? അവൻ അവളെ തന്നെ അങ്ങനെ നോക്കിക്കിടന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? നീ ഇപ്പം എന്താ എന്നെ വിളിച്ചത്? കമോൺ എമി, അജുവേട്ടൻ അല്ലെങ്കിൽ അജു. നമ്മൾ മാത്രമുള്ളപ്പോൾ നിന്നോട് ഞാൻ അങ്ങനെ വിളിക്കാനല്ലേ പറഞ്ഞത്? ഇപ്പോൾ വിളിക്കില്ല, അതിനെപ്പറ്റി ആലോചിക്കാം. എമി അങ്ങനെ പറഞ്ഞതും അർജുൻ, നീ അത്രയ്ക്കായോ എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് അവൻ അവൻ്റെ അടുത്തേക്ക് അവളെ വലിച്ചു. ബാലൻസ് കിട്ടാതെ അവൾ അവൻ്റെ മടിയിലേക്ക് വീണു. അവൾ വന്ന് വീണതും ചെയർ പിന്നിലേക്കൊന്നുരുണ്ട് ചുമരിലിടിച്ച് നിന്നു. എമി പേടിച്ച് അവൻ്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ട്. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവനിലേക്ക് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. രണ്ടുപേരും നന്നെ കിതച്ചു. അവൻ്റെ നിശ്വാസം അവളുടെ കഴുത്തിടുക്കിൽ പതിക്കുന്നുമുണ്ട്. അത് അവളിലൊരു വിറയലുണ്ടാക്കി. എമി അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ഭാവിച്ചതും അർജുൻ അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്തു. അവൻ്റെ ചേർത്ത് പിടിക്കലിൽ അവളുടെ മാറിടങ്ങൾ അവൻ്റെ നെഞ്ചിലായി അമർന്നതും എമി ഒരു പതർച്ചയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ ഒരു നിമിഷം തന്നെ അർജുൻ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിടുക്കിലേക്ക് ചേർത്തു. എമി അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു. അജുവേട്ടാ പ്ലീസ്. അർജുൻ അവളുടെ ഉള്ളിൽ ഒരു നിമിഷം കണ്ണെടുക്കാതെ അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളും വിടർന്ന കണ്ണുകളും മൂക്കിൻ തുമ്പിലെ ചുവപ്പ് രാശിയും കാണെ അവൻ ഒന്നുകൂടെ അവളിലേക്ക് താഴ്ന്നതും അവൾ അവനെ തള്ളി മാറ്റി മടിയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു നിവർന്നു നിന്നു. അർജുൻ ഒരു നിരാശയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അതിന് അവൾ അവനെ കണ്ണുരുട്ടി കാണിച്ചു. പോ എന്ന് പറഞ്ഞു. എമി മുന്നിലേക്ക് നടക്കാൻ പോയതും ഡി അവിടെ നിൽക്ക് എന്നും പറഞ്ഞ് അർജുൻ അവളുടെ പിറകെ ചെന്നു. എന്താ, നിൻ്റെ ഹെയർ, നിൻ്റെ മുഖം ഒന്ന് നോക്കിക്കേ നീ. അതും പറഞ്ഞ് അവിടെയായുള്ള
മിററിൻ്റെ മുന്നിലേക്ക് അവളെ കൊണ്ടുപോയി നിർത്തി അർജുൻ. അവൾ ആ മിററിൽ നോക്കി അവളുടെ മുടിയും മുഖവുമൊക്കെ ശരിയാക്കി. അപ്പോഴാണ് അവളുടെ മുഖത്തൊട്ടിച്ചിരുന്ന സ്റ്റിക്കർ കാണുന്നുണ്ടായിരുന്നില്ല. ഛേ, ഇതെവിടെ പോയി?